നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സന്ദർശക വിസയിൽ സൗദിയിലെത്തുന്ന വിദേശികൾക്ക് വാഹനമോടിക്കാൻ താൽക്കാലിക അനുമതി ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി മുതൽ പ്രവാസികൾക്ക് വാഹനമോടിക്കാം സധൈര്യം. ഇതിനുള്ള സൗകര്യം തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ അപ്ഷിർ പോർട്ടലിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ സൗദിയിൽ താമസ വിസയുള്ളവർക്ക് മാത്രമേ വാഹനം ഓടിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. പുതിയ തീരുമാനം അനുസരിച്ച് റെന്റ് കാർ സ്ഥാപനങ്ങൾക്ക് അപ്ഷീർ വഴി രജിസ്റ്റർ ചെയ്ത് സന്ദർശക വിസയിലുള്ളവർക്കും വാഹനം ഓടിക്കാൻ നൽകാവുന്നതാണ് യഥായി പൊതുസുരക്ഷാ വിഭാഗം ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അൽ ബസാമി അറിയിച്ചു. അതേസമയം ഈയൊരു വാർത്ത പ്രവാസികൾക്കേറെ സന്തോഷം നൽകുകയാണ്. സന്ദർശക വിസയിലെത്തുന്ന ഏതൊരു പ്രവാസികൾക്കും ഇനി റെന്റ് കാർ എന്ന സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. അതേസമയം മറ്റൊരു വാർത്ത പുറത്തുവരികയാണ്. തക്കതായ കാരണമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട പ്രവാസി ജീവനക്കാരന് 1,80,000 റിയാൽ നഷ്ടപരിഹാരം നൽകാൻ ദക്ഷിണ സൗദി അറേബ്യയിലെ അപ്പീൽ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. തന്നെ അകാരണമായ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും തനിക്ക് ശമ്പള കുടിശ്ശികയും സേവനാന്ത്യ ആനുകൂല്യങ്ങളും തരുന്നത് ഒഴിവാക്കാൻ താൻ ജോലിയിൽ നിന്ന് ഓടിപ്പോയതായി കാണിച്ച് തൊഴിൽ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്ത സ്പോൺസർക്കെതിരെ പ്രവാസി ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ജീവനക്കാരൻ അപ്പീൽ കോടതിയെ സമീപിച്ചത്. മതിയായ കാരണങ്ങളില്ലാതെ തൊഴിലുടമ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും തുടർന്ന് ജോലിക്കാരനെ ദ്രോഹിക്കാനും ശമ്പള കുടിശ്ശികയും അലവൻസുകളും തട്ടിയെടുക്കാനുമുള്ള ഉദ്ദേശത്തോടെ ഒളിവിൽ പോയതായി ലേബർ ഓഫീസിൽ വ്യാജ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതായി അപ്പീൽ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജീവനക്കാരനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. ജീവനക്കാരന്റെ ചെലവുകൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ചെലവുകൾ, പിരിച്ചുവിട്ടതിനു ശേഷമുള്ള കാലയളവിലെ വീട്ടുവാടക, വക്കീൽ ഫീസ് എന്നിവ ഉൾപ്പെടെയാണ് നഷ്ടപരിഹാരം. തന്റെ കരാർ കാലാവധി അവസാനിക്കുന്നതിന് 8 മാസം മുമ്പ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനാൽ തനിക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് 1 ദശലക്ഷം റിയാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജീവനക്കാരൻ നേരത്തെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേസ് തള്ളിക്കൊണ്ടായിരുന്നു കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതേ തുടർന്ന് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽ കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിക്കുകയുമായിരുന്നു. നിയമാനുസൃതമായ കാരണമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് കരാർ കാലയളവിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് എല്ലാ ശമ്പള കുടിശ്ശികയും നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാകുമെന്നായിരുന്നു കേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽ കോടതിയുടെ വിധിയെന്നത്. തൊഴിൽ കരാർ കാലഹരണപ്പെടുന്നതിന് 8 മാസം മുമ്പ് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 77 ലംഘിച്ചത് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും തന്റെ സ്പോൺസർഷിപ്പ് കൈമാറാൻ തൊഴിലുടമ വിസമ്മതിക്കുക മാത്രമല്ല ശമ്പള കുടിശ്ശികയും അലവൻസുകളും നഷ്ടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഒളിച്ചോടിയതായി പരാതി നൽകിയതായും ജീവനക്കാരൻ വാദിച്ചു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽ കോടതി നടത്തിയ അന്വേഷണത്തിൽ സ്പോൺസർ ലേബർ ഓഫീസിൽ സമർപ്പിച്ച അബ്സ്കോണ്ടിംഗ് റിപ്പോർട്ട് ജീവനക്കാരനെതിരെ ദുരുദ്ദേശപരമായി നൽകിയതാണെന്നും ആ റിപ്പോർട്ട് ലേബർ ഓഫീസ് റദ്ദാക്കിയതായും കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് പരാതിക്കാരന് അനുകൂലമായ വിധി അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽ കോടതി പുറപ്പെടുവിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.